മേൽക്കോടതികൾ ഉണ്ടെന്നും മുൻ DGP ബി സന്ധ്യ പ്രതികരിച്ചു. അന്വേഷണ സംഘം നല്ല രീതിയിൽ പ്രവർത്തിച്ചു, എന്നാൽ ഗൂഢാലോചന തെളിയിക്കാൻ വെല്ലുവിളിയായിരുന്നു. അന്തിമ വിധി വരെയും ഇരയ്ക്കൊപ്പം ഉണ്ടാകുമെന്നും ബി സന്ധ്യ പ്രതികരിച്ചു. ആദ്യത്തെ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ട പ്രതികൾ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല. തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല. മേൽക്കോടതികൾ ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അന്തിമ വിധി വരെ വിക്ടിമിനൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ടീമും പ്രോസിക്യൂഷനും ഉണ്ടാവും. മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എന്തായാലും നിയമ പോരാട്ടം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിജീവിതയുടെ പ്രതികരണം പുറത്തു വന്നിട്ടില്ല. പക്ഷേ സർക്കാർ ആ രീതിയിൽ ആലോചിക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ഡാനി പോളിലേക്ക്. ഡാനി, എന്തായാലും നേരത്തെ മന്ത്രി പി രാജീവ് സൂചിപ്പിച്ച കാര്യമുണ്ട്. ഈ മുനിസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന്, അപ്പീൽ പോകുമെന്ന്, സർക്കാരുമായി കൂടിയാലോചിച്ച് അതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഈ കണ്ട 7-8 വർഷം നീണ്ട നിയമ പോരാട്ടത്തെക്കാൾ വലിയ പോരാട്ടങ്ങൾ തന്നെ ഇനിയും പ്രതീക്ഷിക്കണം, അല്ലേ? ആ രീതിയിലേക്ക് തന്നെയാണ്. കാരണം മന്ത്രി പി രാജീവ് തന്നെ ഇത് വ്യക്തമാക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. കാരണം നീതി ലഭിച്ചില്ല എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തലിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ കൂടുതൽ മുന്നോട്ട് പോകുക എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഇവർക്ക് നീതി ഉറപ്പാക്കുക, അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമെന്ന് പറയുമ്പോൾ വ്യക്തമാകുന്നത്. അപ്പീൽ പോവുക എന്നതാണ്. അതിലിപ്പോൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങുക എന്ന് തന്നെയാണ്. ഹൈക്കോടതിയിലേക്ക് സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും എല്ലാം പോകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. സിംഗിൾ ബെഞ്ചിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഇതിനുശേഷം പിന്നീട് തുടർ നടപടികൾ ഏത് രീതിയിൽ എന്നതെല്ലാം തന്നെയാണ് ഇനി ആലോചിക്കപ്പെടുന്നത്. ഏതായാലും ഇതിൽ ഒരു തുടർച്ച ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രതികരണങ്ങളെല്ലാം തന്നെ ആ രീതിയിലുള്ളതാണ്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു പബ്ലിക് പൾസ് എന്ന് പറയുന്നത് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തലാണ് പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്നത്. ഇത് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ, ഇതിൽ എവിടെയാണ് പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ളൊരു കാരണമെന്നത് ഒരു വസ്തുതാപരമായ രീതിയിൽ തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തൽ എല്ലാ ഭാഗങ്ങളിലും തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ജാഗ്രതയായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത് ഒരു കീഴ്ക്കോടതിയിൽ നിന്നുള്ള വിധി തീർത്തും പ്രതികൂലമായ ഒരു സാഹചര്യം. അത് ദിലീപിൻ്റെ കാര്യത്തിൽ, മറ്റ് പ്രതികളുടെ കാര്യത്തിലെല്ലാം തന്നെ അവർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ശേഷമുള്ള പ്രതികൾക്ക് ശേഷമുള്ള 7, 8, 10 വരെയുള്ള ആ പ്രതികൾക്കുള്ള ശിക്ഷ അവർക്ക് ഉറപ്പ് നൽകുന്നതിൽ, ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിലെല്ലാം തന്നെ പരാജയപ്പെട്ടു. അവർക്ക് വിടുതലാണ് ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ശിക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പ് നൽകേണ്ടതുണ്ട്. അതിന് മേൽക്കോടതികളെ സമീപിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ മുന്നോട്ടുള്ള ഒരു ഗതി എന്ന് പറയുന്നത് ഇനിയും അത് വ്യവഹാരങ്ങളുടെ ദിവസങ്ങൾ തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. സർക്കാർ തന്നെ അതിനെ മുന്നിട്ടിറങ്ങുന്നു. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് പറയുമ്പോഴെല്ലാം തന്നെ ഇത് ഒരു തുടർച്ച തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു താൽക്കാലികമായ ഒരു അവസാനം എന്ന രീതിയിലേക്ക് ഇതിനെ പരിശോധിക്കാം. പക്ഷേ ഇനി അങ്ങോട്ടും തുടർച്ചയായി ഇത് നിയമ പോരാട്ടങ്ങളുടെ വഴി തന്നെയായിരിക്കും. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ ഒരു കേസിനൊരു പ്രത്യേകതയുള്ളത് സിനിമാ മേഖലയുടെ ചരിത്രം തന്നെ വിഭജിച്ച ഒരു കേസായി തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം അതുവരെയും ചലച്ചിത്ര രംഗത്ത് വനിതകൾ ചൂഷണത്തിന് ഇരയാകപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ട രീതിയിലുള്ളൊരു വേതനം ലഭിച്ചിട്ടില്ല. അങ്ങനെ പല രീതിയിലുള്ള ചൂഷണത്തിന് ഇരയായവരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു, അവരുടെ ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമായിരുന്നു ഈ നടിയാക്രമണ കേസ്. അതിനുശേഷം ആ ഇരയ്ക്ക് വേണ്ടി മാത്രമല്ല, അതിജീവിതയ്ക്ക് വേണ്ടി മാത്രമല്ല സിനിമാ മേഖലയിലെ വനിതകൾ പോരാട്ടം നടത്തിയത്. WCC എന്ന ഒരു വനിതാ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നു. മുഖ്യമന്ത്രി അവർ കാണുന്നു. മുഖ്യമന്ത്രി ഇവർക്ക് ഈ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് പറയുന്നു. അതിനുശേഷം വലിയ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഹേമ കമ്മീഷനെ നിയോഗിക്കുന്നു. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വീണ്ടും പോരാട്ടങ്ങൾ നടത്തേണ്ട സാഹചര്യം പോലും ഉണ്ടാകുന്നു. ഇതിനുശേഷം നമ്മൾ കണ്ടത്, അതായത് ഈ അമ്മ സംഘടനയിൽ തന്നെ വലിയൊരു വിഭജിപ്പ് ഉണ്ടാവുകയും വലിയൊരു പിളർപ്പുണ്ടാവുകയും ഏതാനും ചില വനിതാ പ്രവർത്തകർ
അവിടെ നിന്നും മാറുകയും WCC എന്ന കൂട്ടായ്മ രൂപീകരിക്കുകയും ചെയ്തു. ഈ വിധിക്ക് ശേഷവും WCCയിൽ പഴയ വനിതാ കൂട്ടായ്മയിലുണ്ടായിരുന്ന ഈ അതിജീവിതയ്ക്കൊപ്പം തുടക്കം മുതൽ പോരാട്ടം നടത്തിയവർ പാർവതി തിരുവോത്ത്, രമ്യ തമ്പീശൻ, റിമ കല്ലിങ്കൽ ഉൾപ്പെടെയുള്ളവർ നടിക്ക് ഈ അതിജീവിതയ്ക്ക് പരസ്യ പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അതിജീവിതയ്ക്ക് പിന്തുണയുമായി എത്തിയ സുഹൃത്തുക്കൾ അവർ എഴുതിയിരിക്കും, ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ അവൾക്കൊപ്പം എന്നെഴുതിയ പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ അവർ പ്രസിദ്ധീകരിച്ചു. ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ തിരക്കഥയുടെ ക്രൂരമായ പ്രദർശനമാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് പാർവതി വിമർശിച്ചത്. ഇതോടൊപ്പം ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രതികരണം പുറത്തു വന്നത് കെ അജിതയുടെയാണ്. നടി ആക്രമിച്ച കേസിലെ വിധി നീതി നിഷേധമെന്നാണ് അജിത പറഞ്ഞത്. മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല. ദിലീപ് ജയിലിൽ കിടന്നത് തന്നെ വലിയ കാര്യമാണെന്നും അജിത പറഞ്ഞു. നീതി നിഷേധമാണ് എന്ന് പറയാതെ വയ്യ. തെളിവുകളില്ലാത്തത് കൊണ്ടല്ല ഈ വിധി വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പല തരത്തിലുമുള്ള സ്വാധീനങ്ങൾ ഇതിൽ കളിച്ചിട്ടുണ്ട്. ഇത് പിന്നെ പണമോ മറ്റു തരത്തിലുള്ള വ്യക്തിപരമായ സ്വാധീനങ്ങളോ എന്തൊക്കെയാണ് കളിച്ചതെന്നുള്ളത് പിന്നീട് ചരിത്രം പറയും. ഇത് ഉയർന്ന കോടതിയിൽ പോയാൽ ഒരു പക്ഷേ വിജയം കിട്ടിയേക്കാം. അതുകൊണ്ട് ദിലീപിനുള്ള ആ ഭീഷണി ഉണ്ടല്ലോ, അത് അവസാനിക്കുന്നില്ല. മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഞാൻ അതിജീവിതയാണ്. ആ നടി, ആക്രമിക്കപ്പെട്ട നടി ഞാൻ അതിജീവിതയാണ് എന്ന് പ്രഖ്യാപിച്ചതിലൂടെ തന്നെ അവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് സാങ്കേതികമായി ഇപ്പോൾ ഒരു തോൽവി ഉണ്ടായാലും അതൊരു തോൽവിയായിട്ടേ കേരളത്തിലെ ജനങ്ങളോ സ്ത്രീകളോ കണക്കാക്കുന്നില്ല. അവൾക്കൊപ്പം എന്നുള്ളത് ഇന്നും ജനങ്ങൾ അവൾക്കൊപ്പം തന്നെയാണ്. ഈ സിനിമാ മേഖലയിൽ തുടക്കത്തിൽ നടിയാക്രമണ കേസിന് പിന്നാലെ അതിജീവിതയ്ക്ക് ഒപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവർ പോലും, സിനിമാ സംഘടനകൾ പോലും ദിലീപിനെ തള്ളിപ്പറയാൻ തുടക്കത്തിൽ തയ്യാറായിരുന്നില്ല. പക്ഷേ ദിലീപിൻ്റെ അറസ്റ്റ് ജൂലൈ തുടക്കത്തിൽ ഉണ്ടാകുന്നു. അതിനുശേഷം ദിലീപിനെ അമ്മയിൽ നിന്ന്, ഫെഫ്കയിൽ നിന്ന്, സിനിമാ സംഘടനകളിൽ നിന്നൊക്കെ പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ചും ദിലീപിന് ഇപ്പോൾ കുറ്റവിമുക്തനായ സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കാം അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾ എടുക്കാൻ പോകുന്ന തീരുമാനം? അതും ഏറെ ശ്രദ്ധേയമാണ്. ഫെഫ്ക ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ദിലീപിനെ ഫെഫ്കയിലേക്ക് തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ കേസ് സിനിമാ മേഖലയെ പല ചാലുകളാക്കി ഇതിനെ മാറ്റി. മാത്രമല്ല ഫെഫ്ക അംഗങ്ങളെപ്പോലും പോലീസ് പലതവണ അകാരണമായി ചോദ്യം ചെയ്തു. ഈ വിധിയിൽ അമിതാഹ്ലാദമോ പ്രതിഷേധമോ ഇല്ലെന്നും വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഞങ്ങൾ ദിലീപിനെ ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ക്രിമിനൽ കുറ്റാരോപിതനായ അദ്ദേഹത്തെ അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇന്ന് വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായി മാറിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അംഗത്വത്തെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ എന്തായിരിക്കണമെന്ന് നമ്മൾ ഡയറക്ടേഴ്സ് യൂണിയനോട് ആലോചിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഡയറക്ടേഴ്സ് യൂണിയൻ ഒരു തീരുമാനമെടുക്കും. തീർച്ചയായും ദിലീപിൻ്റെ പുതിയ ചിത്രം പുറത്തിറങ്ങാൻ പോകുന്നു. വലിയ ആവേശത്തിലായിരുന്നു ദിലീപിൻ്റെ ആരാധകർ. കോടതിയിലെ വിധി കേൾക്കാനായി നൂറുകണക്കിന് ആരാധകരാണ് ഒത്തുകൂടിയത്. ഇവിടെ ലഡു വിതരണം ഉൾപ്പെടെ നടന്നു. ദിലീപിൻ്റെ വീടിന് മുന്നിലും വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് ഉണ്ടായത്. ദിലീപിൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കളടക്കം വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ആലുവയിൽ നിന്ന്.